മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായം 24-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. The book of Sirach, chapter 37, verse 24. ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും, കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാനെന്ന് വിളിക്കും. ഒരിക്കൽ ഗുരുവിനെ തേടി ദുഃഖാർത്ഥനായ ഒരു കച്ചവടക്കാരനെത്തി. തന്റെ പലചരക്ക് കടയ്ക്ക് മുന്നിൽ പുതുതായി കുറെ പേർ കച്ചവട സ്ഥാപനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇതാണ് അയാളുടെ സങ്കടം. തന്റെ കച്ചവടം പൊളിയുമെന്നും താൻ പട്ടിണിയാകുമെന്നും ഇയാൾക്ക് ഭയമുണ്ട്. ഗുരു അയാളുടെ വേദന ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, മറ്റു കച്ചവടക്കാരെ നീ ഭയപ്പെടേണ്ട. ഭയപ്പെട്ടാൽ നീ അവരെ വെറുക്കും. ഈ വെറുപ്പ് നാശത്തിലേക്ക് നിന്നെ നയിക്കും. എങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഗുരു പറഞ്ഞാലും കച്ചവടക്കാരന്റെ സ്വരം ആർദ്രമായി. എല്ലാ ദിവസവും രാവിലെ നീ നിന്റെ കടയ്ക്ക് മുന്നിൽ നിന്ന് എന്റെ കടയ്ക്ക് നന്മ വരട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് പുതിയ കച്ചവടക്കാരുടെ സ്ഥാപനത്തെ നോക്കി വലത് കൈ ഉയർത്തി അവർക്കും നന്മ വരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കണം. എന്നെ പരാജയപ്പെടുത്താൻ കച്ചവടം തുടങ്ങിയ ആ ശത്രുക്കൾക്ക് നന്മയുണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കണമെന്നോ? വ്യാപാരിയുടെ നെഞ്ചു ചുളിഞ്ഞു. ഗുരു മൊഴിഞ്ഞു, തീർച്ചയായും അങ്ങനെ തന്നെ ചെയ്യണം. കാരണം നീ ആശംസിക്കുന്ന ഓരോ അനുഗ്രഹത്തിന്റെ വാക്കുകളും നിനക്ക് നന്മയായി ഭവിക്കും. എന്നാൽ നിന്റെ വിദ്വേഷവാക്കുകളും ഭർസനവും നിനക്ക് തിന്മയായും തീരും. 6 മാസത്തിനു ശേഷം ഈ കച്ചവടക്കാരൻ ഒരിക്കൽ കൂടി ഗുരുവിനെ കാണാനെത്തി. അയാൾ സന്തുഷ്ടനായിരുന്നു. ഗുരുവേ, അന്ന് പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. എന്റെ ബിസിനസ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. അതോടൊപ്പം മറ്റു കച്ചവടക്കാരുടെ വ്യാപാരവും മെച്ചപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൻപുറം ചെറിയൊരു പട്ടണം പോലെയായി. ധാരാളം പേർ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും ഇവിടെ വരുന്നുണ്ട്. മറ്റു കച്ചവടക്കാരെല്ലാം സ്നേഹത്തോടെ എന്നെ പരിഗണിക്കുക ഇടപെടുകയും ചെയ്യുന്നു. അനേകർക്ക് നന്മ ചെയ്ത് ജീവിക്കാനും മറ്റുള്ളവർക്ക് നന്മ കാണാനും അങ്ങയുടെ വാക്കുകളാണ് എനിക്ക് പ്രചോദനമായത്. ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്, അനുഗ്രഹങ്ങൾ ഒന്നിച്ചു വരാറില്ല, അതുപോലെ നിർഭാഗ്യങ്ങൾ തനിച്ചും വരാറില്ല. അതെ, ആ ബോധ്യത്തോടെ നന്മ കണ്ട് നന്മ ആശംസിച്ച് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.